ഓ ബ്യൂട്ടിഫുൾ ഡോണറ്റ് അങ്ങനെ പറയാല്ലേ സംഭവം അല്ലേ സുഖല്ലേ? അതെ. അപ്പോൾ ഡോണറ്റ് നമുക്ക് എടുത്തിട്ട് ചോക്ലേറ്റിലേക്ക് മുക്കിയെടുക്കാം. അയ്യോ ഇനി നമ്മളിങ്ങനെ വെച്ചെടുക്കും. ഇവിടെ ചീറുന്ന സാധനം. ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഒരു ഉഴുന്നുവടയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉഴുന്നുവടയല്ല, ഇത് വന്നിട്ട് കുറച്ച് പുറത്തുള്ള വെറൈറ്റിക്കാരുടെ ഉഴുന്നുവടാന്ന് അറിയപ്പെടുന്ന ഒരു ഡോണറ്റ് അതിനെ വിളിക്കുക. ഡോണറ്റ്സ് അതിന് അല്ലേ എല്ലാവരും നമ്മൾ വിളിക്കുക. അപ്പോൾ അതിന് ചോക്ലേറ്റ് ഫീലിങ്സോടെ നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഡോണറ്റിലുള്ള മൈദ നമ്മൾ കൊട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിൽ മുട്ട പൊട്ടിച്ചിടാം. ഈസ്റ്റ് വെള്ളത്തിൽ ഒഴിച്ച് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇന്നക്ക് മൈദയിലേക്ക് ഇടാം. ഉപ്പ്, പഞ്ചസാര പൊടിച്ചത്, ബട്ടർ, കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. നമുക്ക് കുഴച്ചങ്ങോട്ട് എടുക്കത് മാവ്. അപ്പോൾ നമ്മുടെ മാവ് നന്നായി കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മൈദ മാവ് നന്നായി സെറ്റ് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഈ ചോക്കോ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഷുഗർ പൗഡർ, കോക്കോ പൗഡർ, പാല്, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചുകൂടി പാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചെടുക്കും. ഒരു കട്ടിയൊന്നും നമുക്ക് കുറച്ച് ലൂസാക്കാം അല്ലേ അതുപോലെ. അപ്പോൾ തന്നെ പിടിക്കും. അപ്പോൾ നമ്മുടെ ചോക്കോ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഡോണറ്റിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിംഗ് ആയി യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. നന്നായി നമുക്കൊന്ന് എടുത്ത് കുഴയ്ക്കാം. ഇനി നമ്മൾ ഈ മാവിനെ നന്നായി പരത്തിയിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഈ മൈദ മാവിനെ നമുക്ക് ഒന്നുകൂടെയൊക്കെ ഇടാം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. സംഭവം മാവിന് നല്ല കട്ടി കൊടുത്തിട്ട് പവർ ഉണ്ടല്ലേ. സംഭവം നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട് അല്ലേ. ഒരു 9 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ലേ. 10. അപ്പോൾ ഇനി നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡോണറ്റ് ഷേപ്പിൽ കട്ട് ചെയ്യണം അല്ലേ ശരിയല്ലേ. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ടിഫിൻ ബോക്സ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ചെറുത്. അതിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഹോൾ കിട്ടാനായിട്ട് ഇതുപോലത്തെ ഒരു മൂടിയിൽ സെൻറ്ററിൽ നമുക്കിതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോണറ്റായി. ഷേപ്പ് കിട്ടിയില്ലേ. അപ്പോൾ ഡോണറ്റൊക്കെ ഓട്ടൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട്. നമുക്ക് ഇതിൻ്റെ സൈഡത്തെ ആവശ്യമില്ലാത്ത മാവ് എടുക്കാം.
ആവശ്യമില്ലാത്തല്ല. ഞാൻ അടുത്ത് നമുക്ക് ഉണ്ടാക്കാം. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓരോ ഡോണറ്റ് ഇട്ട് കൊടുക്കാം. ഡോണറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഓയിൽ, ഡോണറ്റ് ഒന്ന് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടെടുക്കുക. അയ്യോ സംഭവം ഇപ്പോൾ പൊങ്ങി വരുമ്പോൾ മനസ്സിലാവാൻ നോക്കിയോ അല്ലേ? വിജൃംഭിച്ച് വരും ഇപ്പോൾ. അയ്യോ വന്ന് വിജൃംഭിച്ച് സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ നമ്മൾ ഡൈവ് ചെയ്യണമുണ്ട് അല്ലേ? അപ്പോൾ ഇതിന് പൊടി നമ്മൾ ആദ്യം കളയണം, എന്നിട്ട് വേണം നമ്മൾ ഇറക്കിയിടാൻ. ഇങ്ങനെ തിരിച്ചിട്ടിട്ട് കാരണം ഉള്ളിലൊക്കെ നന്നായി വേഗണേ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് ഡോണറ്റ് ആയിട്ടുണ്ട്. അയ്യോ സെറ്റ് നമുക്ക് ഇട്ടെടുക്കാം അതിൽ. അയ്യോ അടുത്തത് നമുക്ക് ഓരോന്നോരോന്ന് അടുത്തിട്ട് കൊടുക്കാം. അടുത്ത ട്രിപ്പ് മാവ് ഇങ്ങനെ കളഞ്ഞിട്ട് സംഭവം കലക്കി മണം വരുന്നുണ്ട്. അതന്നെ ഞാൻ മോള് ചോക്ലേറ്റ് ഫില്ലിങ്സും ഇട്ട് ടേസ്റ്റ് ചെയ്താൽ പൊളിക്കും. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഓർഗാനിക് ടൂൾസ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ജെന്റ്ലി. അപ്പോൾ ഡോണറ്റ് നമുക്ക് എടുത്തിട്ട് ചോക്ലേറ്റിലേക്ക് മുക്കിയെടുക്കാം. അയ്യോ നമ്മളിങ്ങനെ വെച്ചെടുക്കും. ചീറുന്ന സാധനം നമ്മളിങ്ങനെ കുറേ നേരം റൗണ്ട് ഇങ്ങനെ അടിച്ചിട്ട് വേണം നമുക്ക് കയറ്റാൻ. നമുക്കിവിടെ ലാൻഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ഡോണറ്റ് ഇങ്ങനെ ഒറ്റുണ്ട് കയ്യിലൊക്കെ. ഇനി ഡോണറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റിങ്ങിൽ സ്വലാഹം എടുക്കണ കളറായില്ലേ? ശരിയല്ല കളറായത്. ഇതിപ്പോൾ നമ്മൾ ടി വിയിൽ ഇങ്ങനെ കാർട്ടൂൺ കാണുമ്പോൾ തിന്നുന്ന ഡോണറ്റില്ലേ അതേ സാധനം അല്ലേ? അയ്യോ ഓ ബ്യൂട്ടിഫുൾ ഡോണറ്റ് അങ്ങനെ പറയാല്ലേ? സംഭവം ഇല്ലേ സുഹേലേ? അതെ. അപ്പോൾ നമ്മൾ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട് ഇല്ലേ സുഹേലേ? അതെ. സംഭവം നമ്മൾ വിചാരിച്ചു അടിപൊളി ഉണ്ട് അല്ലേ? ടേസ്റ്റ് ചെയ്യണം ഇതിനെ. ചോക്ലേറ്റ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡോണറ്റ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ചെയ്യാം. ശരിക്കും ബിരിയാണി ഒക്കെ ആണെങ്കിൽ നമുക്ക് വാരി വലിച്ച് കഴിക്കായിരുന്നു. പക്ഷേ ഡോണറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏതെടുക്കാം? ഞാൻ ഒന്നെടുത്തിട്ടുണ്ട്. ഞാനും ഒന്നെടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ്. ഇതിൻ്റെ കൂടെ ഒരു കാപ്പിയുമായ ശബാഷ് അല്ലേ?
പൊളിക്കും. അടിപൊളിയുണ്ട് അല്ലേ? നല്ല അടിപൊളി സ്മൂത്ത് ഇട്ടാ ബന്നൊക്കെ. നമ്മൾ ബന്നിത്തെ ഷുഗറും ഇത് ഷുഗർ ഫുൾ അടിപൊളി. ചോക്ലേറ്റിന്റെ ഒന്നും പറയാനില്ല, അടിപൊളി. നമ്മുടെ മലയാളികളായ അമേരിക്കക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ? അമേരിക്കയിൽ രാവിലെ ഈ ഡോണട്ടും കാപ്പിയാണ് ഭക്ഷണം ശരിക്കും പണ്ടൊക്കെ. അമേരിക്കക്കാരോ അമേരിക്കക്കാരും ഇത് കഴിക്കും. ഒരു ചാലഞ്ച് വെക്കുന്നുണ്ട്, പക്ഷെ പറ്റില്ല, ഡോണറ്റ് ആയതുകൊണ്ട് പറ്റില്ല. എന്താ ടേസ്റ്റ്, അടിപൊളി. ചില ഒറ്റക്കാണെങ്കിൽ ചലഞ്ച് നടക്കും. അത് ഒത്തിരി വേണ്ട, ഒരിത് വേണ്ടേ? അത് വേണം. അങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ബന്നൊക്കെ. ആണ്ടാ ചോക്ലേറ്റ് നമ്മൾ അപ്പോഴേ നേരത്തെ ഇതിന് മേലെ വെച്ചുകൊണ്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെഹീൽ 3, സൊലാഹ് 2, ഞാനൊന്ന്. കഴിച്ചതിൻ്റെ എണ്ണമാണ്. ഷെഹീൽ മൂന്നാമത്തേനത്. 3. അപ്പോൾ ഇടയിൽ സൗണ്ട് വരുന്നുണ്ട്. എനിക്ക് മതിയോ? ബാക്കി നമുക്ക് കൊടുക്കാം അല്ലേ? കിട്ടാതെ കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഈ ഡോണറ്റിൻ്റെ റെസിപ്പി. വലിയ സംഭവമൊന്നുമല്ല, എത്ര സിമ്പിളാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചിലർക്ക് അറിയില്ല ഡോണറ്റ് എന്താണെന്ന്. കാരണം ഡോണറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പറയുമ്പോൾ എന്താണ് ഡോണറ്റ് എന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇംഗ്ലീഷുകാരൻ്റെ ഉഴുന്നുവട അല്ലേ? അതന്നെ ഉഴുന്നുവട. ഇംഗ്ലീഷുകാരുടെ ഉഴുന്നുവട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പട്ടയും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഈ ഒരു അടിപൊളി കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.